മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ നേരത്തെ പ്രോമിസ് ചെയ്ത പോലെ തന്നെ ബ്രദേഴ്സ് ധാബയിൽ നിന്നാണ് കഴിച്ചത്. പിന്നെ നമ്മൾ സിറ്റിയിലൊന്ന് കറങ്ങി ഫ്രഷ് ആയതിനു ശേഷം ലഞ്ച് കഴിച്ച് നേരെ പോയത് വാഗ ബോർഡറിലേക്കാണ്. അമൃത്സറിൻ്റെയും ലാഹോറിൻ്റെയും ഇടയിലാണ് വാഗ ബോർഡർ. വാഗ ബോർഡർ ബീറ്റിംഗ് റിട്രീറ്റ് സെറമണി ഡെയിലി ഈവനിംഗ് ഉള്ള ഒരു ആക്ടിവിറ്റിയാണ്. അട്ടാരി വില്ലേജിലെ വാഗ ബോർഡറിലാണ് ഈ ആക്ടിവിറ്റി നടക്കുന്നത്. എല്ലാ വൈകുന്നേരവും സൂര്യാസ്തമയത്തിന് തൊട്ടു മുൻപ് പതാക താഴ്ത്തൽ ചടങ്ങ് നടക്കുന്നു. അതിർത്തിയിൽ പാകിസ്ഥാൻ റേഞ്ചേഴ്സിൻ്റെയും ഇന്ത്യൻ BSF ജവാന്മാരുടെയും ഉച്ചത്തിലുള്ള നിലവിളികളുടെ രൂപത്തിൽ ഇരുവശത്തു നിന്നുമുള്ള യുദ്ധവിളികളിലൂടെയാണ് ചടങ്ങ് ആരംഭിക്കുന്നത്. ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കേണ്ട 45 മിനിറ്റാണിത്. പിന്നെ പരസ്പരം തുറിച്ചു നോക്കി ഉയർന്ന ആക്രോശങ്ങൾ, നൃത്തച്ചുവടുകൾ ഒക്കെ ഉണ്ടാകും. പിന്നെ രണ്ട് രാജ്യങ്ങളുടെയും പതാകകൾ താഴ്ത്തി ഹെഡ് ഗാർഡുകൾ പരസ്പരം ഷെയ്ക്ക് ഹാൻഡ് നൽകി പരിപാടി അവസാനിപ്പിക്കുന്നു. പാകിസ്ഥാൻ ഗാലറിയിൽ ഓഡിയൻസ് വളരെ കുറവായിരുന്നു. 1959 മുതലാണ് ഈ ചടങ്ങ് നടന്നു പോരുന്നത്. ഹിസ്റ്ററിയിൽ ആദ്യമായി 2014 നവംബർ 2 വാഗ ബോർഡറിൽ ടെററിസ്റ്റ് സൂയിസൈഡ് അറ്റാക്ക് നടക്കുകയുണ്ടായി. ഇതിൽ 60 പേർ കൊല്ലപ്പെടുകയും 100 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. രണ്ട് സൈഡിൽ നിന്നും പലതരത്തിലുള്ള ആക്ഷൻസും ആക്രോശങ്ങളുമെല്ലാം നമുക്ക് കാണാം. കൂടെ തന്നെ ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യങ്ങൾ നമ്മുടെ ഓഡിയൻസിന്റെ ഭാഗത്തു നിന്ന് ഫുൾ ടൈം ഉണ്ടാകും. അത് കഴിഞ്ഞ് പതാക താഴ്ത്തൽ ചടങ്ങാണ്. ഇരു രാജ്യങ്ങളും ഒരേ സമയം ഒരേപോലെ തന്നെ രണ്ട് പതാകകളും താഴ്ത്തുന്നു. ഉടൻ തന്നെ പതാക ഫോൾഡ് ചെയ്ത് മാർച്ച് പാസ്റ്റോടുകൂടി ബഹുമാന പുരസ്സരം ഫ്ലാഗ് തിരിച്ചു കൊണ്ടുപോകുന്നു. അതിനുശേഷം വിത്തിൻ സെക്കൻഡ്സ് ഗേറ്റും ക്ലോസ് ചെയ്യുന്നു. നമ്മുടെ ഗാലറി ഫുള്ള് ക്രൗഡഡ് ആയിരുന്നു. പെഹൽഗാം അറ്റാക്കിന് ശേഷം മെയ് 1, 2025 വാഗ ബോർഡർ കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്തു. ഈ ഡേറ്റിന് ശേഷം ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടില്ല. അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ പോയത് സഡാപിണ്ടിലേക്കാണ്. 12 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ലിവിംഗ് വില്ലേജ് റിസോർട്ട് മ്യൂസിയമാണ് സഡാപിണ്ട്. തനതായ പഞ്ചാബി കൾച്ചർ, ട്രഡീഷൻ ആൻഡ് ഒത്തൻറ്റിസിറ്റി ഇവ നിലനിർത്തുന്ന പണ്ടത്തെ പഞ്ചാബി വില്ലേജിൻ്റെ ഒരു മിനിയേച്ചറാണിത്. അഡൽട്സിന് 850 കിഡ്സിന് 700 ടിക്കറ്റ് റേറ്റ്. അമൃത്സർ സിറ്റിയിൽ നിന്നും ഏകദേശം ഒരു 35 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട് ഈ കോമ്പൗണ്ടിൽ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ഇതുപോലത്തെ പലതരത്തിലുള്ള എന്റർടൈൻമെന്റ്സും ഗെയിംസും എല്ലാം ഉണ്ടാകും. ഫുഡും എന്റർടൈൻമെന്റ്സും എല്ലാം ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. എൻട്രൻസിന് അവിടെ തന്നെ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് നല്ല ബട്ടർ മിൽക്കാണ് നമുക്ക് കിട്ടുന്നത്. അതിനുശേഷം അവരുടെ ട്രഡീഷണൽ രീതിയിൽ ഉണ്ടാക്കുന്ന റോട്ടിയും മസ്റ്റാർഡ് ലീവ്സ് കൊണ്ടുള്ള പാലക്കും തന്നു. ഈ ഫുഡ് ഒരു രക്ഷയും ഇല്ലായിരുന്നു, അത്രയും സൂപ്പറായിരുന്നു. ഞങ്ങൾ അങ്ങനെ ഇതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ എന്റർടൈൻമെന്റ് കാണാൻ വേണ്ടി പോയി. പണ്ടത്തെ ഫിലിംസിലൊക്കെ കണ്ടിട്ടുള്ള ഒരു തരം ബോക്സിലൂടെ പാട്ടും ഡാൻസും ഒക്കെ കാണാൻ പറ്റുന്ന ഒരു എന്റർടൈൻമെന്റ് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ മാർഷ്യൽ ആർട്സും സർക്കസ് പോലെയുള്ള ഒരുപാട് ഐറ്റംസും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നടന്നപ്പോൾ ഒരു വലിയ കോട്ട് അവർ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്നത് ഞങ്ങൾ കണ്ടു. അത് ഇന്ത്യയിലെ തന്നെ ബിഗ്ഗസ്റ്റ് കോട്ടാണെന്നാണ് അവരവിടെ മെൻഷൻ ചെയ്തിരുന്നത്. അങ്ങനെ ആ കോട്ടിൽ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ കാണാൻ വേണ്ടി പോയി. അടുത്തത് പഞ്ചാബി ഡാൻസിൻ്റെ ഒരു ഏരിയ ആയിരുന്നു. ആക്ച്വലി മോർണിംഗ് 10 തൊട്ട് ഈവനിങ് 10 വരെയാണ് ഇവിടുത്തെ ആക്ടിവിറ്റീസ്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഡാൻസേഴ്സിൻ്റെ എനർജി ലെവലൊക്കെ വളരെ ലോ ആയിരുന്നു. അങ്ങനെ അവരുടെ ഡാൻസ് കണ്ടിട്ടാണോ എന്ന് അറിയില്ല, ആമിക്കും ഡാൻസ് കളിക്കണമെന്നൊക്കെ പറഞ്ഞ് റെസ്റ്റോറൻറ്റിൻ്റെ വെളിയിൽ അവൾ ഇരുന്ന് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ മാർഷ്യൽ ആർട്സിൻ്റെ ഷോ നടക്കുകയായിരുന്നു. കണ്ണ് കെട്ടിയതിന് ശേഷം വാൾ ഉപയോഗിച്ച് ചെയ്ത ആക്ടിവിറ്റീസ് ഓഡിയൻസിനെ ഒരുപാട് ഇംപ്രസ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോയി. ഡിന്നറും കോംപ്ലിമെൻ്ററി ആണ്. പൊതുവെ അമൃത്സറിലുള്ള ഫുഡെല്ലാം വളരെ ടേസ്റ്റി ആൻഡ് ഡിലീഷ്യസ് ആയിരുന്നു. അങ്ങനെ നമ്മുടെ അമൃത്സർ സീരീസ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ ഫ്യൂച്ചർ അമൃത്സർ ട്രിപ്പിലേക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ.